കോഴിക്കോട് കൊയിലാണ്ടിയിലെ CPM നേതാവിന്റെ കൊലപാതകത്തിൽ പ്രതിക്കായി പോലീസ് നാളെ കസ്റ്റഡി അപേക്ഷ കൊടുക്കും. പ്രതിയെ കസ്റ്റഡിയിൽ ലഭിച്ചാൽ കൊല നടന്ന സ്ഥലത്തടക്കം എത്തിച്ച് തെളിവെടുക്കും. കൊലപാതകത്തിന് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചോ എന്നും പോലീസ് അന്വേഷിക്കുന്നുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നു കോഴിക്കോട് നിന്ന്. അഭിജിത്ത്, ഗുഡ് മോർണിംഗ്. പറയൂ വിശദാംശങ്ങൾ. SKN, ഗുഡ് മോർണിംഗ്. പ്രതി അഭിലാഷിന്റെ റിമാൻഡ് റിപ്പോർട്ട് ഇന്നലെ പുറത്തു വന്നിരുന്നു. എന്താണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ അഭിലാഷ് നൽകിയ മൊഴി ഈ റിമാൻഡ് റിപ്പോർട്ടിൽ വിശദമായി പ്രതിപാദിച്ചിട്ടുണ്ട്. അതായത് പാർട്ടിയിൽ തനിക്ക് നേരിട്ട അവഗണന, ഒപ്പം തന്നെ പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഇടയായ കാരണം, ഇതിനൊക്കെ ഉത്തരവാദി ഈ PV സത്യനാഥനാണ് എന്ന കാര്യം അഭിലാഷ് വിശ്വസിച്ചിരുന്നു. ഇതാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്നാണ് അഭിലാഷ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. കൃത്യമായ ആസൂത്രണത്തോടു കൂടിയാണ് ഈ കൊലപാതകം നടത്തിയത് എന്നും പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഗാനമേള, ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെ ഗാനമേള നടക്കുന്നതിന് ആ സമയത്ത് ആസൂത്രിതമായി ഇവിടേക്ക് എത്തിയ പ്രതി കത്തി ഉപയോഗിച്ച് PV സത്യനാഥനെ കുത്തിക്കൊലപ്പെടുത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തന്നെ ഈ കത്തി ഗൾഫിൽ നിന്ന് എത്തിച്ച കത്തിയാണ് എന്ന് പോലീസിന് പ്രതി മൊഴി നൽകിയിട്ടുണ്ട്. ഈ കത്തി കൊലപാതക ശേഷം അടുത്ത പറമ്പിലേക്ക് വലിച്ചെറിയുന്നു. തുടർന്ന് ക്ഷേത്രത്തിൻ്റെ മതിൽക്കെട്ട് ചാടിക്കടന്ന് പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുന്നു. തൻ്റെ വീടിന് സമീപത്തുള്ള സത്യനാഥനെ താൻ ദിവസവും കാണാറുണ്ടെങ്കിലും അപ്പോഴൊന്നും താൻ ഈ ഒരു കൊലപാതകം നടത്താൻ ശ്രമിച്ചിട്ടില്ല എന്ന കാര്യം കൂടി ഏതായാലും അഭിലാഷ് പോലീസിന് നൽകിയ മൊഴിയിലുണ്ട്. നിലവിൽ ഈ കാര്യങ്ങളിലൊക്കെ തന്നെ പോലീസ് വിശദമായ അന്വേഷണം നടത്തുന്നുണ്ട്. ഇനി പ്രധാനമായും രണ്ട് കാര്യങ്ങളാണ് പോലീസിന് അറിയാനുള്ളത്. അതായത് എന്തുകൊണ്ടാണ് ഈ ക്ഷേത്ര പരിസരം തന്നെ കൊലപാതകത്തിനായി അഭിലാഷ് തിരഞ്ഞെടുത്തത്, ഒപ്പം തന്നെ മറ്റേതെങ്കിലും തരത്തിലുള്ള സഹായം ഈ കൊലപാതകം ചെയ്യുന്നതിനായി അഭിലാഷിന് ലഭിച്ചിട്ടുണ്ടോ? ഈ രണ്ട് കാര്യങ്ങളിലുള്ള വ്യക്തതയാണ് ഇനി പോലീസിന് തേടേണ്ടത്. നാളെ പോലീസ് അഭിലാഷിനെ കസ്റ്റഡിയിൽ ലഭിക്കുന്നതിനായി കൊയിലാണ്ടി മജിസ്ട്രേറ്റിന് മുന്നിൽ അപേക്ഷ സമർപ്പിക്കും. ഈ കസ്റ്റഡിയിൽ ലഭിച്ചതിന് ശേഷം അഭിലാഷുമായി എത്തി ഈ സംഭവം നടന്ന പെരുവട്ടൂർ ക്ഷേത്രത്തിൽ എത്തിച്ച് തെളിവെടുക്കുവാനാണ് നിലവിൽ പോലീസ് ഉദ്ദേശിക്കുന്നത്. ഏതായാലും ഈ ഒരു കേസിൽ നിലവിലെ സാഹചര്യത്തിൽ അഭിലാഷ് മാത്രമാണ് എന്നുള്ള ഒരു അനുമാനത്തിൽ തന്നെയാണ് പോലീസ് ഉള്ളത്. SKN. താങ്ക് യു. അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിയത്.